ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. വേറൊന്നല്ല, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെള്ളവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലേ. വെള്ളം തീർക്കല്ലേ, വെള്ളം വേസ്റ്റ് ആക്കല്ലേ, വെള്ളം ധാരാളം ഉപയോഗിക്കല്ലേ, അല്ലെങ്കിൽ വെള്ളം കളയരുത്, വെള്ളം ചിന്തരുത്, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇതുപോലെയുള്ള കുഞ്ഞു സെൻറ്റൻസുകളാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്, വെള്ളം കളയല്ലേ. ഈ കളയല്ലേ എന്ന് പറയുമ്പം കളയരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വെള്ളം കളയല്ലേ അല്ലെങ്കിൽ വെള്ളം കളയരുത്, അരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡോണ്ട് എന്നുള്ളത്. അപ്പൊ ഡോണ്ട് വേസ്റ്റ് വാട്ടർ, ഡോണ്ട് വേസ്റ്റ് വാട്ടർ, വെള്ളം കളയരുത്. വെള്ളം തീർക്കല്ലേ എന്ന് പറയാറുണ്ട് അല്ലെ. വെള്ളം തീർക്കല്ലേ അല്ലെങ്കിൽ വെള്ളം തീർക്കരുത്, ഇതിനു വേണ്ടിയിട്ട് ഡോണ്ട് യൂസ് അപ്പ് ഓൾ ദ വാട്ടർ, ഡോണ്ട് യൂസ് അപ്പ് ഓൾ ദ വാട്ടർ, വെള്ളം തീർക്കല്ലേ എന്നാണ്. ഓക്കെ, വെള്ളം എടുക്കല്ലേ എന്ന് പറയാറുണ്ട് അല്ലെ. വെള്ളം എടുക്കരുത് അല്ലെങ്കിൽ വെള്ളം എടുക്കല്ലേ എന്ന് പറയാറുണ്ട്. എടുക്കുക ടേക്ക് ആണ്. ഡോണ്ട് ടേക്ക് ദ വാട്ടർ, ഡോണ്ട് ടേക്ക് ദ വാട്ടർ. ഇനി വെള്ളം ചിന്തല്ലേ എന്ന് പറയാറുണ്ട് അല്ലെ. കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് വെള്ളം ചിന്തല്ലേ അല്ലെങ്കിൽ വെള്ളം ചിന്തരുത് എന്ന് പറയാറുണ്ട്. ചിന്തുക സ്പില്ലാണ്. ഡോണ്ട് സ്പിൽ ദ വാട്ടർ, ഡോണ്ട് സ്പിൽ ദ വാട്ടർ, വെള്ളം ചിന്തല്ലേ അല്ലെങ്കിൽ വെള്ളം ചിന്തരുത്. ഓക്കെ, തണുത്ത വെള്ളം കുടിക്കല്ലേ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കരുത് എന്ന് പറയാറുണ്ടല്ലോ. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ, ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ, കുടിക്കല്ലേ കുടിക്കരുത് എന്നതിനൊക്കെ നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. അഴുക്ക് വെള്ളത്തിൽ കളിക്കല്ലേ, അഴുക്ക് വെള്ളത്തിൽ കളിക്കരുത് എന്ന് പറയാറുണ്ടല്ലോ. ഡോണ്ട് പ്ലേ ഇൻ ഡേർട്ടി വാട്ടർ, ഡോണ്ട് പ്ലേ ഇൻ ഡേർട്ടി വാട്ടർ, അഴുക്ക് വെള്ളത്തിൽ കളിക്കരുത് അല്ലെങ്കിൽ കളിക്കല്ലേ. ഓക്കെ, വെള്ളം കുടിക്കൂ, വെള്ളം കുടിക്കൂ, ഡ്രിങ്ക് സം വാട്ടർ, ഡ്രിങ്ക് സം വാട്ടർ, വെള്ളം കുടിക്കൂ. ഇനി എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരൂ, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ബ്രിങ് മീ സം വാട്ടർ, ബ്രിങ് മീ സം വാട്ടർ. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ഇങ്ങനെ പറയാ, ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. വെള്ളക്കുപ്പി കൊണ്ടുവരൂ, വെള്ളക്കുപ്പി കൊണ്ടുവരൂ. എങ്ങനെ പറയാ, ബ്രിങ് ദ വാട്ടർ ബോട്ടിൽ, ബ്രിങ് ദ വാട്ടർ ബോട്ടിൽ, വെള്ളക്കുപ്പി കൊണ്ടുവരൂ. ഈ ഗ്ലാസ്സിൽ വെള്ളമൊഴിക്കൂ, ഈ ഗ്ലാസ്സിൽ വെള്ളമൊഴിക്കൂ. pour some water in this glass, pour some water in this glass, ഈ ഗ്ലാസ്സിൽ വെള്ളമൊഴിക്കൂ. ചൂടുവെള്ളം കുടിക്കൂ എന്നെങ്ങനെ പറയാ, ചൂടുവെള്ളം കുടിക്കൂ. ഡ്രിങ്ക് വാം വാട്ടർ, വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്, കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാണ്. അപ്പം ഡ്രിങ്ക് വാം വാട്ടർ, ചൂടുവെള്ളം കുടിക്കൂ. ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് കൂടുതൽ വെള്ളം കുടിക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ. കൂടുതൽ വെള്ളം കുടിക്കൂ, ഡ്രിങ്ക് മോർ വാട്ടർ, ഡ്രിങ്ക് മോർ വാട്ടർ, കൂടുതൽ വെള്ളം കുടിക്കൂ. എനിക്ക് ദാഹമുണ്ട്, എനിക്ക് ദാഹമുണ്ട്. ഐ ആം തേഴ്സ്റ്റി, ഐ ആം തേഴ്സ്റ്റി, എനിക്ക് ദാഹമുണ്ട്. എനിക്ക് നല്ല ദാഹമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം വെരി തേഴ്സ്റ്റി, ഐ ആം വെരി തേഴ്സ്റ്റി, എനിക്ക് നല്ല ദാഹമുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം തരൂ, എനിക്ക് കുറച്ച് വെള്ളം തരൂ. ഗിവ് മീ സം വാട്ടർ, ഗിവ് മീ സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തരൂ. ഈ വെള്ളം ശുദ്ധമാണ്, ഈ വെള്ളം ശുദ്ധമാണ്. The water is clean, the water is clean, ഈ വെള്ളം ശുദ്ധമാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയി പറയാണ്, ഈ വെള്ളം അഴുക്കാണ് എന്ന് പറയുകയാണെങ്കിലോ, ഈ വെള്ളം അഴുക്കാണ്. This water is dirty, this water is clean എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ശുദ്ധമാണ്. This water is dirty എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അഴുക്കാണ്. നെക്സ്റ്റ്, ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ടല്ലോ. ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല അല്ലെ, എന്തോ ഒരു വെള്ളമാണ് അതുകൊണ്ട് അത് കുടിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. This water isn't safe to drink, this water isn't safe to drink, ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല. ടാങ്കിൽ വെള്ളമുണ്ടോ, ടാങ്കിൽ വെള്ളമുണ്ടോ. Is there any water in the tank, is there any water in the tank, ടാങ്കിൽ വെള്ളമുണ്ടോ. ടാങ്ക് കാലിയാണ്, ഇങ്ങനെ പറയാ, ടാങ്ക് കാലിയാണ്. The tank is empty,
അല്ലെ? ദ ടാങ്ക് ഈസ് എംപ്റ്റി. ടാങ്ക് കാലിയാണ്. ഈ ടാങ്ക് നിറഞ്ഞിരിക്കുന്നു എന്നും പറയാറുണ്ട് അല്ലെ? ദ ടാങ്ക് ഈസ് ഫുൾ. ദ ടാങ്ക് ഈസ് ഫുൾ. ടാങ്ക് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ വെള്ളമില്ല എന്നെങ്ങനെ പറയാം? ഇവിടെ വെള്ളമില്ല. ദർ ഇസ് നോ വാട്ടർ ഹിയർ. ദർ ഇസ് നോ വാട്ടർ ഹിയർ. ഇവിടെ വെള്ളമില്ല. ഇനി ഒരു ടാപ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം വരുന്നില്ല എന്ന് നമുക്ക് പറയണം. വെള്ളം വരുന്നില്ല. ദ വാട്ടർ ഈസിന്റ് കമ്മിങ്. വെള്ളം വരുന്നില്ല. ദ വാട്ടർ ഈസിന്റ് കമ്മിങ്. അല്ലെ? വാട്ടർ ഈസിന്റ് കമ്മിങ്. വെള്ളം വരുന്നില്ല. ഇനി ഇപ്പോൾ വെള്ളം വന്നു എന്ന് പറയുകയാണെങ്കിലോ? ഇപ്പോൾ വെള്ളം വന്നു. ദ വാട്ടർ ഈസ് കമ്മിങ് നൗ. ദ വാട്ടർ ഈസ് കമ്മിങ് നൗ. ഇപ്പോൾ വെള്ളം വന്നു. ഓക്കെ, നമ്മളിപ്പോ ഒരു വയലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോ ഒക്കെ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജസ്റ്റ് മൊമെന്റിൽ അത് സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്ത് വെള്ളം നിർത്തി എന്ന് പറയാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ വെള്ളം നിർത്തിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ദ വാട്ടർ ഹാസ് സ്റ്റോപ്ഡ്. ദ വാട്ടർ ഹാസ് സ്റ്റോപ്ഡ്. വെള്ളം നിർത്തി. വെള്ളം തിളപ്പിക്കൂ. വെള്ളം തിളപ്പിക്കൂ. ബോയിൽ ദ വാട്ടർ. ബോയിൽ ദ വാട്ടർ. വെള്ളം തിളപ്പിക്കൂ. വെള്ളം തണുപ്പിക്കൂ എന്ന് പറയുകയാണെങ്കിൽ കൂൾ ദ വാട്ടർ. അല്ലെ? ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കൂ എന്ന് പറയുകയാണെങ്കിൽ കൂൾ ദ വാട്ടർ. വെള്ളം തണുപ്പിക്കൂ. നെക്സ്റ്റ്, ഈ കുപ്പിയിൽ വെള്ളമുണ്ട്. ഈ കുപ്പിയിൽ വെള്ളമുണ്ട്. ഈ ജഗ്ഗിൽ വെള്ളമുണ്ട്. ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ കുപ്പിയിൽ വെള്ളമുണ്ട്. ദർ ഇസ് വാട്ടർ in this bottle. There is water in this bottle. ഈ കുപ്പിയിൽ വെള്ളമുണ്ട്. ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. The glass is full of water. The glass is full of water. ഈ ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോയി അത് തീർന്നു എന്ന് പറയണം. കുപ്പിയിലെ വെള്ളം തീർന്നു. കുപ്പിയിലെ വെള്ളം തീർന്നു എങ്ങനെ പറയാ? The water in the bottle is finished. The water in the bottle is finished. കുപ്പിയിലെ വെള്ളം തീർന്നു. എനിക്ക് തണുത്ത വെള്ളം വേണ്ട. എനിക്ക് വേണ്ട ഐ ഡോണ്ട് വാണ്ട് ആണ്. എനിക്ക് തണുത്ത വെള്ളം വേണ്ട. ഐ ഡോണ്ട് വാണ്ട് കോൾഡ് വാട്ടർ. ഐ ഡോണ്ട് വാണ്ട് കോൾഡ് വാട്ടർ. എനിക്ക് തണുത്ത വെള്ളം വേണ്ട. ഇനി എനിക്ക് ചൂടുള്ള വെള്ളം വേണം എന്ന് പറയുകയാണെങ്കിലോ? ഐ വാണ്ട് വാം വാട്ടർ. ഐ വാണ്ട് വാം വാട്ടർ. എനിക്ക് ചൂടുള്ള വെള്ളം വേണം. വെള്ളം പതുക്കെ ഒഴിക്കൂ. എങ്ങനെ പറയാം? വെള്ളം പതുക്കെ ഒഴിക്കൂ. pour the water slowly. അല്ലേ? സ്ലോലി, പതുക്കെ. pour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുക. pour the water slowly. വെള്ളം പതുക്കെ ഒഴിക്കൂ. ഇനി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. ഇപ്പം പൈപ്പൊക്കെ നിറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു എന്ന് പറയാറുണ്ടല്ലോ. വാട്ടർ ഈസ് ഫോളോയിങ് ഔട്ട്. ദ വാട്ടർ ഈസ് ഫോളോയിങ് ഔട്ട്. വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. നമ്മളിങ്ങനെ വെള്ളം കൊണ്ടുപോകുന്നത് ഇപ്പം ടൈലൊക്കെ ആണെങ്കിൽ വെള്ളം ആയാല് വഴിക്ക് വീണു പോകും അല്ലെ? അപ്പൊ നമ്മൾ പറയാറുണ്ട് നിലത്ത് വെള്ളം ചിന്തരുത് എന്ന് പറയാറുണ്ട് അല്ലെ? നിലത്ത് വെള്ളം ചിന്തരുത്. ഡോണ്ട് സ്പിൽ വാട്ടർ ഓൺ ദ ഫ്ലോർ. ഡോണ്ട് സ്പിൽ വാട്ടർ ഓൺ ദ ഫ്ലോർ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. ഞാൻ ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. എങ്ങനെ പറയാം? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.